ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയെന്ന് SIT. 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് പ്രശാന്തിനെ പ്രതി ചേർത്തത്. ബോർഡ് അംഗം അജികുമാറിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക ശില്പം അഴിച്ചു സ്വർണം പൂശാനായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിട്ട വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കെയാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് മറ്റൊരു തീരുമാനവും എടുത്തത്. ഇതിനായി ഹൈക്കോടതിയുടെ അനുമതിക്കായി അപേക്ഷ നൽകാനും ബോർഡ് യോഗത്തിൽ തീരുമാനം ഉണ്ടാവുകയായിരുന്നു. വാതിലിന്റെ ഏതാനും സ്ക്രൂ ഇളകിയത് കാരണം ചേർത്തടയ്ക്കുമ്പോൾ വിടവ് ഉള്ളതിനാൽ പാറ്റ, എലി എന്നിവ ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന് അറ്റകുറ്റപ്പണി നടത്താൻ പദ്ധതിയിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ചോദ്യം ചെയ്തത്. പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യൽ ഏകദേശം 8 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. ADGP H. വെങ്കടേഷിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എന്തായാലും അതേസമയം തന്നെ തന്ത്രി കണ്ഠരര് രാജീവരക്കും താഴമൺ മഠത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരുന്നു തന്ത്രി കുടുംബം. അവാസ്തവങ്ങളായ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി നൽകിയത്. മധുമണിമാല എന്ന വ്യക്തിക്കെതിരെയായിരുന്നു തന്ത്രിയുടെ കുടുംബത്തിന്റെ പരാതി. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് അടക്കം രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ടാണ് പരാതി നൽകിയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാര്യ ബിന്ദു രാജീവാണ് പരാതി നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഏത് അന്വേഷണവും നടക്കട്ടെയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. താൻ അതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. അന്വേഷണം അതിന്റെ വഴിയെ നടക്കട്ടെ. സഹകരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് K. ജയകുമാർ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ഭരണസമിതിയെ പ്രതി ചേർക്കാൻ നീക്കം ആരംഭിച്ചത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ 2025 ബോർഡ് അനാവശ്യ തിടുക്കം കാണിച്ചതായും ഭരണപരമായ വീഴ്ച സംഭവിച്ചതായും ഏതാനും ദിവസം മുമ്പ് SIT ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സംഭവത്തിൽ PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിനെ കൂടി SIT പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. 9 പേർ പ്രതികളാകുമെന്ന് SIT കോടതിയെ അറിയിക്കുകയായിരുന്നു. 2025 ബോർഡിൽ PS പ്രശാന്ത്, അജികുമാർ, P. സന്തോഷ് കുമാർ എന്നിവരായിരുന്നു അംഗങ്ങൾ. ഇതിൽ സന്തോഷ് കുമാർ ഇപ്പോഴത്തെ ബോർഡിലെയും അംഗമാണ്.